ഗൈസ്, വെൽക്കം ടു ചാനൽ. നമ്മളിന്ന് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താ അറിയോ? നമ്മുടെ ചെടിയാണ്, ചെടീൻ്റെ തോട്ടം. എന്താ ഫസ്റ്റ് അവിടെ കവുങ്ങുണ്ട്, മോട്ടറിൻ്റെ താഴെ ആയതുകൊണ്ടാണ് അതിന് നല്ല പച്ചപ്പൊക്കെ. നമ്മുടെ എന്താ പറയുന്നത്, പനിക്കുക്ക ഉണ്ട്, തുളസി, ചീരന് ഫുള്ളും ചീരയായിരുന്നു, ഒക്കെ വാടിപ്പോയി വേനലായതുകൊണ്ട്. ഇതെന്തോ അറിയോ, ഇത് പുല്ലൊന്നുമല്ല ഈ കാണണ ഇതില്ലേ, ഞാൻ പറിച്ച് കാണിച്ചു തരാം. ഇതൊന്ന് കണ്ടോ, ഇതിപ്പം ഇതില്ലേ ഞാൻ പറിച്ച് തന്നതാണ്. കണ്ടോ കണ്ടോ, ഇത് സാധാ സാധനമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇത് പുല്ലല്ല, ഇത് തണ്ണിമത്തൻ്റെ തൈയാണ്. കണ്ടോ, ഇവിടെ ഫുള്ളും തണ്ണിമത്തൻ തൈയുണ്ട്. അത് കളഞ്ഞു. ഇവിടെ തണ്ണിമത്തൻ്റെ തൈ ഉണ്ട്, ഇത് ഫുള്ളും തൈയാണ്. ഇതാ തണ്ണിമത്തൻ്റെ വലിയ സൈസ് കണ്ടോ കണ്ടോ, ഒക്കെ വലിയ സൈസാണ് തണ്ണിമത്തൻ്റെ. കായ ഉണ്ടാവാത്ത വലിയ 2 സൈസാണ്. പിന്നെ ബാക്കിൽ ഇതാ വേറെ ഒരു മീഡിയം സൈസ് കണ്ടോ, ഇതൊരു മീഡിയം സൈസിൽ വരുന്നൊരു സാധനമാണ്. കണ്ടോ, ഇത് മീഡിയം സൈസാണ്. ഇത് അതിനെക്കാട്ടും വലിയ സാധനമാണ് ഈ 2 വേണ്ട. വള്ളിയൊക്കെ വീശിയുണ്ട്, കണ്ടോ വള്ളിയുണ്ട്. അടുത്തലേക്ക് പോവുകയാണെങ്കിൽ എന്താ ഇനെന്താ പറയുക, കരിവേപ്പിലയുണ്ട്. അതായത് തണ്ണിമത്തൻ്റെ ചെറിയ സൈസാണ് 2. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് ഏറ്റവും പച്ച ചെറുത്. പിന്നെ പനിക്കൂർക്ക ഇതാ പിന്നെയും വന്നു, ചീര പിന്നെയും വന്നു, പിന്നെയും നമ്മുടെ തണ്ണിമത്തൻ വന്നു. തണ്ണിമത്തൻ എനിക്ക് കുറേ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ തണ്ണിമത്തൻ കുറേ കഴിച്ചിട്ടുണ്ട്. കണ്ടോ, പണ്ടത്തെ വീഡിയോയിലൊക്കെ ഇത് ഇത്ര ഉണ്ടാവുള്ളൂ, പക്ഷെ ഇപ്പോഴത്തെ വീഡിയോയിലാണെങ്കിൽ ഇതൊക്കെ വാടിപ്പോയി. എന്നിട്ട് ഇത്ര നല്ലത് കണ്ടോ, ഇതൊക്കെ തണ്ണിമത്തൻ്റെ ലീഫാണ്. കണ്ടോ, ഇത് തണ്ണിമത്തൻ്റെ ലീഫാണ്, ദബ്ബയുടെ വരെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അയ്യോ, ഇവിടെ മുതൽ തുടങ്ങി ഇവിടെ വരെ, എന്ന് വെച്ചാൽ ഈ സ്ഥലം വരെ, ഇവിടെ മുതൽ ഇവിടെ വരെ വരുന്ന സാധനമാണ്. ഇതാണ് ഈ സ്ഥലത്ത് ഏറ്റവും വലിയ തണ്ണിമത്തൻ്റെ ഇതുണ്ട് കേട്ടോ, അതാണ്. പിന്നെ തക്കാളി, അയ്യോ തക്കാളിനകത്ത് സ്പൈഡർ മാമൻ വന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ തണ്ണിമത്തൻ വന്നേ. ഇതൊക്കെ തണ്ണിമത്തൻ വാടിപ്പോയി. വാടിപ്പോയതൊന്നുമല്ല, പറ്റിച്ചേ കണ്ട. ഇതെൻ്റെ ഒരെണ്ണത്തിൻ്റെ ഇതാണ് അടുത്തത്. ഇത് ഇല പൊട്ടിയിട്ടില്ല, ഇല പൊട്ടി കണ്ട. ഇതൊക്കെ തണ്ണിമത്തൻ്റെ തൈകളാണ്. അത് അവിടെ അടുത്തത് 2. അടുത്തത് നോക്കുകയാണെങ്കിൽ കണ്ട അമ്മ അടുത്ത നോക്കുകയാണെങ്കിൽ തണ്ണിമത്തൻ്റെ വലിയ, അതായിരുന്നു വലുത്. അത് മെലിഞ്ഞിട്ടല്ല, ഇത് തടിയുള്ളത് വലിയത്. കണ്ടോ ഇത് വാടിപ്പോയി കണ്ട. ഇത് ക്ലാസ്സിനകത്തും തണ്ണിമത്തം വെച്ചായിരുന്നത്, വെള്ളമൊക്കെ സൂര്യൻ വലിച്ചെടുത്തു. പിന്നെയും തക്കാളി വന്നു, അടുത്ത തക്കാളി വന്നു, പിന്നെയും അടുത്ത മുളകാണ് ഇത്. പിന്നെ നോക്കുകയാണെങ്കിൽ ചീരേൻ്റെ തൈയാണ്, ചെറിയ ചീരത്തൈ. അതിനൊക്കെ വെള്ളം ഒഴിച്ചെടുക്കാറില്ല. ഇത് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് മുളകാണോ എന്താണത് അതറിയില്ല കേട്ടോ, ചോദിച്ചോക്കട്ടെ. ഇതെന്താ അമ്മ? ഇതോ ഇതെൻ്റെ അനിയനാണ്. പേരെന്താ? പേരെന്താ? ആരോണെന്ന് പറഞ്ഞേ, എൻ്റെ അമ്മച്ചിയാണ്. അതൊക്കെ കാണിച്ചതേ കണ്ടോ, ആരോ കാണിച്ചു തരുന്നുണ്ട്. അയ്യോ എൻ്റെ ക്യാമറ പിടിച്ച് വലിക്കല്ലടേ. അയ്യോ ഒറ്റ മിനിറ്റ്. ആ കുഞ്ഞുമൊക്കെ പറയുന്നുണ്ട്. ഇത് മുളകിൻ്റെ തൈയാണ്. ഇതിനകത്ത് മുളകുണ്ടായിരുന്നു. ഇപ്പം മത്തൻ്റെ കുരുവൊക്കെ ആയിട്ട് മത്തൻ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ
ഇവിടെ ഫുള്ളും തോട്ടാണ് കേട്ടോ. കണ്ട ഇവിടെ തെങ്ങുണ്ട് എനിക്ക്. കണ്ട ആ പോയിന്റ് ഇവിടെ ആ കല്ലിൻ്റെ പോയിന്റിൽ കീരി ഇങ്ങനെ വരാറുണ്ട്. കീരി വന്നിട്ട് ആ പാറേൻ്റെ ഉള്ളിൻ്റെ അപ്പുറത്തേക്ക് പോകും. അപ്പം ഉള്ളിൽ കൂടെ കയറാം. അവിടെ ഇൻസൈഡ് അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും. അങ്ങനെ പിന്നെ മെയിൻ സാധനം കാണിക്കണ്ടേ, അതൊക്കെ കാണിക്കും പോലെ ഞാൻ കാണിക്കാൻ പോവാണ്. അന്നത്തെ വീഡിയോയിൽ കാണിച്ച മാതിരി തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ്, ചെടിയായിരുന്നു. അത് മരമായി. പക്ഷേ ഇതിൻ്റെ പൂവൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ പൂവിടുകയാണ്. ഇതൊക്കെ മൊട്ടാണേ, കുറേ ഉണ്ടാവുക. ഇലൊക്കെ വാടി. മെയിൻ സാധനമല്ലേ ഈ ചെടിയും ഇത് തന്നെയാണ് കേട്ടോ. മെയിൻ സാധനം നമ്മുടെ കറ്റാർവാഴ പോലെ ഇരിക്കുന്ന കൈതച്ചക്ക കണ്ടോ, ഈ സാധനമാണ്. അത് കായ വരാൻ ആയിന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇത് വരാറ്. കായ വന്നാൽ കഴിക്കാം. എങ്ങനെ കഴിക്കാം? മുറിച്ച് കഴിക്കാം അല്ലേ. അപ്പം ഇത് കുറേ ബ്രൗൺ ഷെയ്ഡായി എന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ ശരീരത്തിലായി എന്നൊക്കെയാണ് അർത്ഥം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് വെറുതെ നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നേരം കാണിച്ചു. കണ്ടലം ഇത് ഫെബ്രുവരി മാസം കായ്ക്കണ ഒരു പൂവാണ്. അത് നമ്മൾ കല്ലിൽ തന്നെ കുഴിച്ചിട്ടാണ് കേട്ടോ. ഈ കല്ലിലാണ് കുഴിച്ചിട്ടു. ഇത് അമ്മച്ചീൻ്റെ മത്തൻ ഒരെണ്ണം ഉണ്ടായതായിരുന്നു.